السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ബഹുമാനികളെ, നാം കേരളക്കാർ ധാരാളം ആലിമീങ്ങളെ കണ്ട വ്യക്തികളാണ്. നമുക്ക് മുന്നേ ജീവിച്ചു പോയ, നടന്നു നീങ്ങിയ ഒരുപാട് മഹാരഥന്മാർ, അതിൽ നിന്നും തികച്ചും വ്യതിരിക്തമായ ശൈലിയിൽ നമുക്ക് നേതൃത്വം നൽകിയ മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. നമുക്കിപ്പോൾ ഓരോ വ്യക്തിയെക്കുറിച്ചും പല വിലയിരുത്തലുകളും ഉണ്ടാകും. അദ്ദേഹം വലിയ ആലിമാണ്, വലിയ ആബിദാണ്, വലിയ വായിലാണ്, വലിയൊരു മുദരിസാണ്, ഇങ്ങനെ പോകുന്നു ആ വിശേഷണങ്ങൾ. പക്ഷേ എല്ലാ വിശേഷണങ്ങളും ഒരു പണ്ഡിതനുണ്ടാകേണ്ട സർവഗുണങ്ങളും സമ്മേളിച്ച വിനയത്തിന്റെ ആൾ രൂപമാണ്, സൂക്ഷ്മതയുടെ പര്യായമാണ് ഷെയ്ഖുന കണ്യത്തോർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ. 1900 ജനുവരി 17 കേരളത്തിൽ കേളികേട്ട പരമ്പര കുഞ്ഞാലി മരക്കാർ. നമുക്ക് ആ പരമ്പരയെക്കുറിച്ച് പറയേണ്ടതില്ല. ആ പരമ്പരയിൽ ചേരൂർ മരക്കാർ പറമ്പത്തെ കണ്യത്ത് ഉണ്ണി മൊയ്തീൻ എന്നിവരുടെ മകൻ അവറാൻകുട്ടി മല്ലയാണ് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങളുടെ പിതാവ്. മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിൽ തോട്ടക്കാടായിരുന്നു ജനനം. വളരെ ചെറുപ്പത്തിലെ ബാപ്പ മരിച്ച കാരണത്താൽ സഹോദരൻ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരായിരുന്നു പിന്നീട് കണ്യത്ത് ഉസ്താദിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും കുടുംബസമേതം ഉമ്മയും മറ്റുള്ള സഹോദരന്മാരും എല്ലാവരും അടക്കം വാഴക്കാട്ടേക്ക് താമസം മാറിയത്. വാഴക്കാട് ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ ദർസ് നടത്തുന്ന കാലഘട്ടം, അവിടെയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദർസ് ജീവിതത്തിന്റെ പ്രധാനം. ഒരുപാട് ഉസ്താദുമാർ, മഹാരഥന്മാരായ ഉലമാക്കൾ മഹാനവറുകൾക്കുണ്ട്. ചാലകത്ത് കുഞ്ഞഹമ്മദ് ആജി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ, കുത്തുബിത്തങ്ങൾ, അതുപോലെ തന്നെ ബൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വെല്ലൂർ അബ്ദുൽ അസീസ് ഹദ്റത്ത്, പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ, നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ തുടങ്ങിയ ഗ്രേസുക്കളായ മഹാരഥന്മാരായ ഉലമ ആയിരുന്നു ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ ഗുരുനാഥന്മാർ. ചെറുപ്പത്തിൽ തന്നെ അതീവ ബുദ്ധിയും വേഗവും ഒത്തിണങ്ങിയ ഒരു ശൈലിയായിരുന്നു ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്. അതുകൊണ്ട് തന്നെ കുത്തുബിത്തങ്ങളുടെ ദർസിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ദർസിലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്താനുള്ള ചുമതല കുത്തുബിത്തങ്ങൾ കണ്യത്തോർക്ക് നൽകിയിരുന്നു. എന്ന് പറഞ്ഞാൽ ദർസിലെ രണ്ടാം മുദരിസായിട്ട് കുത്തുബിത്തങ്ങൾ നിലനിർത്തണമെങ്കിൽ, ആ ചുമതല ഏൽപ്പിക്കണമെങ്കിൽ മഹാനവരുടെ ചെറുപ്പത്തിലെയുള്ള ബുദ്ധിയും ഇൽമും എത്രമാത്രം എന്ന് ഊഹിച്ചാൽ മതിയല്ലോ. വളരെ സൂക്ഷ്മതയോടെയുള്ള ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങളുടെ ജീവിതം. എവിടെയും ഫിഖഹിന്റെ മുഅ്തമദ്, അതായിരിക്കും മഹാനവരുടെ ജീവിതം. നാമൊക്കെ ഏതെങ്കിലും ഒരു മസ്അലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ പ്രവർത്തനം യോജിപ്പിക്കും, അതായിരിക്കുമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥ. പക്ഷേ ബഹുമാനപ്പെട്ട കണ്യത്തോർ ഫിഖ് എന്താണോ പറഞ്ഞത് അതിന്റെ മുഅ്തമദ് പ്രകാരം വളരെ സൂക്ഷ്മമായി ജീവിച്ചു കാണിച്ചെന്ന് മഹാനവറുകൾ. ഒരു പ്രാവശ്യം തന്റെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ നിസ്കരിക്കാൻ വേണ്ടി കൊടങ്ങാട് പള്ളിയിലേക്ക് കയറി. അന്ന് അവിടെ ദർസ് നടത്തുന്നത് സൈനുൽ ഉലമ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങളാണ്. മഹാനവറുകൾ കണ്യത്തോരെ കണ്ടപ്പോൾ വേണ്ട രൂപത്തിൽ സ്വീകരിച്ചു. രാത്രിയായി മഹാനവറുകളോട് പറഞ്ഞു, ഉസ്താദേ, ഇനി പാടത്തും വരമ്പത്തും രാത്രി പോകണ്ടേ, വൈകിയില്ലേ?
ഇന്നിവിടെ കൂടി പുലർച്ചെ പോകാലോ? എന്നാൽ അങ്ങനെയാവാം എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്തൂരും. രാത്രി ഭക്ഷണം കഴിഞ്ഞു പള്ളിയിൽ പായ വിരിച്ച് കടക്കാൻ നേരത്ത് കണ്ണിയത്തൂർ ചോദിച്ചു, സൈനുദ്ദീൻ മുസ്ലിയാരെ, ഈ പായ വഖഫ് ചെയ്തായിരിക്കില്ലേ? ഇബാദത്തിന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി നാം ഇതിൽ കടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, അത് ശരിയാണ്, ഇത് വഖഫ് ചെയ്തതാണ്. പക്ഷേ ഇഅ്തികാഫിന്റെ നിയത്ത് വെച്ചാൽ പോരെ എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും. ഓ, അത് മതി, നോക്കണം, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇഅ്തികാഫിന്റെ നിയത്തും വെച്ച് മഹാനവറുകൾ സാധാരണ പള്ളിയിൽ നിരന്തരം ഇഅ്തികാഫിന്റെ നിയത്ത് വെക്കും. എങ്കിലും ഇവിടെ ബഹുമാനപ്പെട്ടവർ താൻ പഠിച്ച ഇൽമ് പ്രാവർത്തികമാക്കുകയാണ്. ഇതൊരു സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്, എങ്ങനെ ജീവിക്കണം എന്ന രീതിയിൽ. അതായത് ഒരു പണ്ഡിതനുണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ മഹാനാണ് ശൈഖുന കണ്ണിയത്തോർ. പണ്ഡിതന്മാർക്കുണ്ടാകേണ്ട ഗുണങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് തവാദു ആണല്ലോ, വിനയം. വിനയത്തിന്റെ പര്യായമാണ്, അതെല്ലാവർക്കും അറിയാം. വിനയത്തിന്റെ പര്യായമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തോർ. കിബർ എന്ന സാധനം തന്നെ മഹാനവറുകളെ തേണ്ടിയിട്ടില്ല. പല വിഷയങ്ങളിലും, പല ഉദാഹരണങ്ങളും, പല ചരിത്രങ്ങളിലും അത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സുവർണ കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പട്ടിക്കാട് ജാമിയ നൂരിയക്ക്. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദും ബഹുമാനപ്പെട്ട കണ്ണിയത്തോറും നമ്മുടെ എല്ലാമായ ശൈഖുന ശംസുൽ ഉലമയും ഇവരൊക്കെ ഒന്നിച്ച് അവിടെ പഠിപ്പിക്കുന്ന കാലഘട്ടം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ. പലരും ഫത്വക്ക് വരും, പലർക്കും ശംസുൽ ഉലമയും കണ്ണിയത്തോറും ഫത്വ കൊടുക്കും, മസ്അല പറയും. യാദൃശികമായി വന്ന ഒരു മസ്അലക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്തോരും മറുപടി പറഞ്ഞു, ശംസുൽ ഉലമയും പറഞ്ഞു. എന്തോ ചെറിയൊരു വ്യത്യാസം ആ വിഷയത്തിൽ ഉണ്ടായി. രാത്രി പാതിരാ സമയം 2 മണിക്ക് ശൈഖുന കണ്ണിയത്തോർ ചാടി എഴുന്നേറ്റു. കോട്ടുമല ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ പോയി കോട്ടുമല ഉസ്താദിനെ വിളിച്ചുണർത്തി. ശൈഖുന ശംസുൽ ഉലമയുടെ റൂമിനകത്തേക്ക് ചെന്നു. ശംസുൽ ഉലമയെ വിളിച്ചുണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് പറഞ്ഞു, ഈക്കാ, നിങ്ങൾ പറഞ്ഞതാണ് ശരി, എനിക്കവിടെ പിഴച്ചു. ശൈഖുന കണ്ണിയത്തോർ ശംസുൽ ഉലമയെ അഭിസംബോധനം ചെയ്യുന്നത് ആ രൂപത്തിലാണ്, ഈക്കാ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. തനിക്ക് പിഴവ് സംഭവിച്ചുവെങ്കിൽ അത് തുറന്നു പറയാൻ മടിയില്ലാത്ത പ്രകൃതമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടേത്. ദർസ് നടത്തുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വിഷയം സമർത്ഥിക്കുകയും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സമർത്ഥിക്കുകയും പിന്നീട് ആ സമർത്ഥനം പിഴച്ചിട്ടുണ്ടെന്ന് തോന്നിയാൽ ആ നിമിഷം തന്നെ വിദ്യാർത്ഥികളെ, മുതഅല്ലിമീങ്ങളെ വിളിച്ചു വരുത്തി അത് തിരുത്തി എനിക്കവിടെ പിഴച്ചു എന്ന് പറയാൻ മനസ്സ് കാണിച്ചിരുന്നു ആ വലിയ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആ വിശാലത, ആ വിനയം, തന്റെ മുന്നിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പോലും തനക്കവിടെ ചിലത് പഴച്ചിട്ടുണ്ട് എന്ന് പറയാൻ, തിരുത്താൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മനസ്സ് കാണിച്ചു എന്നതാണ്. ഇന്ന് നമുക്കുണ്ടാകേണ്ട ഗുണവും അതാണ്. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയും വിനയം തന്നെയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്തോരെ കുറിച്ച് നമുക്ക് ധാരാളം വിശേഷങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാണ് സൂക്ഷ്മത എന്നുള്ളത്. ഏത് വിഷയത്തിലും സൂക്ഷ്മത പുലർത്താറുണ്ടായിരുന്നു. സ്ഥിരമായി ഭക്ഷണം കൊണ്ടുവരുന്ന ഒരു വീട്, രാത്രി ഭക്ഷണം ആ വീട്ടിലായിരുന്നു. ഭക്ഷണം കഴിക്കും. ഒരു ദിവസം ആ വീട്ടുകാരൻ മരണപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്തോർ ആ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാറില്ല. ബഹുമാനപ്പെട്ടവരുടെ കാര്യം തിരക്കി, എന്താണ് നിങ്ങളിപ്പോൾ ആ രാത്രി വീട്ടിലെ ഭക്ഷണം കഴിക്കാത്തത്? മഹാനവറുകൾ പറഞ്ഞു, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ യതീമായ മക്കളുണ്ട്. ആ യതീമായ മക്കളുടെ മുതലുകൾ
പൈസ അതിനകത്ത് കരുതുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സൂക്ഷ്മത നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദേ, ഉസ്താദിന് തരുന്ന ഭക്ഷണത്തിൽ ഒരു ഫിൽസ് പോലും ആ മക്കളുടെ കാശുണ്ടാകുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. എറണാകുളം SYSന്റെ സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിലക്കി. അതൊരു സംഭവമായിരുന്നു, കേരളത്തിന്റെ ശിഥിരങ്ങളുടെ തുടക്കം. ആ സമ്മേളനം കഴിഞ്ഞ ഉടനെ സമസ്തയുടെ ആഹ്വാനം വകവെക്കാതെ SYS സമ്മേളനം അവിടെ നടത്തി. അതിന് വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തിന് ശൈഖുന ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കണ്ണിയത്തോരും എറണാകുളത്തേക്ക് എത്തിയിരുന്നു. അന്ന് ജീപ്പിലായിരുന്നു യാത്ര. വളരെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടെയായിരുന്നു അവിടെ എത്തിയത്. ശംസുൽ ഉലമക്കും കണ്ണിയത്തോർക്കും താമസിക്കാൻ ഒരു ബിൽഡിംഗ് ഏർപ്പാട് ചെയ്തിരുന്നു. ആ ബിൽഡിംഗിന്റെ മുന്നിലെത്തിയ ഉടനെ കണ്ണിയത്തോർ ചോദിച്ചു, ഈ ബിൽഡിംഗിന്റെ ഉടമസ്ഥനാരാ? ഇന്നയാളാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിനേക്ക് പൊരുത്തം തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. അവസാനം പൊരുത്തമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തോർ അവിടെ താമസിക്കുന്നത്. താമസിച്ചു. ഹോർലിക്സ് കൊണ്ടുപോയി കൊടുത്തു. അത് കുടിച്ചു. കുടിച്ചതിന് ശേഷം വായ കൊപ്പിളിക്കണമെന്ന് പറഞ്ഞു. ക്ഷീണിതനാണ്, ബെഡിൽ കടന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് വായ കൊപ്പിളിച്ചു. വായിൽ വെള്ളമുണ്ട്, അത് തുപ്പിക്കളയണം. അങ്ങനെ ഇടത്തോട്ടേക്ക് നോക്കുമ്പോൾ റൂമാണ്. ഇടത്തേക്ക് ബൈസനില്ല. ബൈസൻ വലതുവശത്താണുള്ളത്. അവിടെ തന്നെ ബാത്റൂമിന്റെ ഡോറും തുറന്നു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്തോരെ അറിയുന്ന കൂടെയുള്ള പരിചാരകന്മാർ കണ്ണിയത്തോരെ എഴുന്നേൽപ്പിച്ചു, തിരിച്ചു. ബൈസൻ വശത്താകുന്ന രീതിയിൽ തിരിച്ചു പിടിച്ചു. അപ്പോൾ മഹാനവറുകൾ ആ വായുള്ള വെള്ളം തുപ്പിക്കളഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നാം ആലോചിച്ചു നോക്കിയാട്ടെ, എത്രമാത്രം സൂക്ഷ്മതയായിരുന്നു ആ ജീവിതത്തിൽ പുലർത്തിയിരുന്നത്. നമുക്ക് വലിയൊരു പാഠമല്ലേ? ഒരു ഉദാഹരണം കൂടി പറയാം. മഹാനവറുകളെ ഒരു വീട് കുടിയേൽക്കലിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. ആ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ, ഈ വീട്ടിനെത്ര കാശ് ചെലവായി, നിനക്കെത്രയാണ് ജോലി, അവസാനം ജോലിയിൽ കിട്ടുന്ന വരുമാനത്തെക്കാളും വീട്ടിന് ചെലവായി, നീ ബാക്കിയുള്ള കാശ് എവിടെ നിന്ന് സ്വരൂപിച്ചു? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ, അതല്ല നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വല്ലതും കട്ടോ? ഇതായിരുന്നു മഹാനോട് ചോദ്യം. ആ ചോദ്യത്തിന് പകച്ചു നിന്ന ആ വീട്ടുകാരൻ, കണ്ണേത്ത് അഹമ്മദ് ഈ വീട് തുറന്നു തരികയില്ല, നീ അതിനുത്തരം പറയാതെ എന്ന് പറഞ്ഞ് വേറെ ഒരു സുഹൃത്തിന്റെ ജീപ്പിൽ തിരിച്ച് വാഴക്കാട്ടേക്ക് വന്നു. ഇത് ഒരു ചരിത്രം പഠിക്കേണ്ടത് തന്നെയല്ലേ? നമ്മെ കൊണ്ട് സാധിക്കുന്നതാണോ ഇത്? നാം ആ ചരിത്രം പഠിച്ച് ആ പാതയിൽ കൂടി മുന്നേറണ്ടേ? അള്ളാഹു അതിനിക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ധാരാളം അനുഭവങ്ങളുണ്ട്. മാട്ടൂലിൽ പഠിപ്പിക്കുന്ന കാലത്ത് തന്റെ ശിഷ്യനോട് മട്ടാമ്പറത്ത് പോയി ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞു, ഒരു ഓയിൽമെന്റ്. ആ ഓയിൽമെന്റ് വാങ്ങാൻ വേണ്ടി പോയി. 4 രൂപയും 33 പൈസയാണ് ഓയിൽമെന്റിന്. തിരിച്ചു വന്നു. 4 രൂപ 35 പൈസ കടക്കാരൻ എടുത്തിരുന്നു, മെഡിക്കൽ ഷോപ്പുകാരൻ എടുത്തിരുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്തോർ ചോദിച്ചു, 2 പൈസ എവിടെ? ഉടൻ തന്നെ ശിഷ്യൻ അവിടത്തേക്ക് പോയി സംഗതി ബോധിപ്പിച്ചു. 5 പൈസ തിരിച്ചു കൊടുത്തു. 5 പൈസയുമായിട്ട് ശൈഖുനായെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവന്റെ 3 പൈസ ഹക്കല്ലടോ, ആ 3 പൈസ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ആ 3 പൈസയുമായി ശിഷ്യൻ വീണ്ടും നടന്നുപോയി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇത് ഏത് സൂക്ഷ്മതയുടെ പര്യായമാണ്! ഇത്രമാത്രം സൂക്ഷ്മതയിൽ നമ്മുടെ മുമ്പിൽ നടന്നുപോയ, നമുക്ക് ജീവിതം കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്തോരെ പോലെയുള്ളവരിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ ദർശിക്കാൻ? അള്ളാഹു നമുക്ക് ആ പാത പിൻപറ്റാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനവറുകൾക്കുണ്ടായ മറ്റൊരു ഗുണം ഉത്തരവാദിത്ത ബോധമാണ്. താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി
നിർവഹിച്ച ചരിത്രമാണ് കണ്യത്തൂരുടേത്. ദീനീ വിഷയത്തിൽ ഒരു കണിക പോലും അതിൽ വ്യത്യാസം വരുത്തിയിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ കോഴിക്കോട് മുഷാവറക്ക് പോയി മുഷാവറ യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു മിസ്കിന് വന്നുകൊണ്ട് യാചിച്ചു. കയ്യിലുണ്ടായിരുന്ന 1 റുപ്യ എടുത്ത് ആ മിസ്കിന് കൊടുത്തു. വാഴക്കാട്ടേക്ക് ബസ്സിലേക്ക് വരാൻ പിന്നെ കയ്യിൽ കാശില്ല. 20 കിലോമീറ്ററോളം നടന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്തോർ വാഴക്കാട്ടെത്തി. എന്നിട്ട് അപ്പോഴേക്കും രാത്രി വൈകിയിരുന്നു. ഭക്ഷണം കൊണ്ടുവരുന്ന ആ മനുഷ്യൻ ഭക്ഷണവുമായി ശൈഖുനയെ കാത്തു നിൽക്കുന്നുണ്ട്, ഭക്ഷണപാത്രവുമായിട്ട്. ശൈഖുനയുടെ ക്ഷീണിച്ച മുഖം കണ്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഭക്ഷണം കഴിച്ചു, നല്ല ക്ഷീണുണ്ടല്ലോ മുഖത്ത്, ഭക്ഷണം പെട്ടെന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അനക്കെന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിനക്ക് ഈ ഭക്ഷണം ഇപ്പോൾ ഹലാലാണ്, കണ്ണേത്ത് അഹമ്മദിന് ഹലാലാവൂല. നിനക്ക് ഡ്യൂട്ടി ഭക്ഷണം എനിക്ക് കൊണ്ടുവരുത്താം, അത് നിന്റെ കഴിഞ്ഞല്ലോ, നിനക്ക് കഴിക്കാം. എനിക്ക് ഭക്ഷണം കൊടുത്തയച്ചിരിക്കുന്നത് ഇവിടെ ദർശനം നടത്താനാണ്, ഞാൻ ഇന്ന് ദർശനം നടത്തിയിട്ടില്ല, എനിക്കിന്ന് കഴിക്കൽ അനുവദനീയമല്ല. ആ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ സബക്കെടുക്കേണ്ട വിദ്യാർത്ഥികളെ, മുത്തഅല്ലിമീങ്ങളെ വിളിച്ചുണർത്തി ദർസ് നടത്തി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. ഇതൊരു ഉത്തരവാദിത്ത ബോധവും സൂക്ഷ്മതയും. എന്താ ഇതിനൊക്കെ വ്യാഖ്യാനം? ഇതിനൊരു പദം ഉണ്ടോ ഈ ചരിത്രത്തിനൊരു വ്യാഖ്യാനം നൽകാൻ? ഇങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണിയത്തോരിൽ അല്ലാതെ പിന്നെ ആരിൽ കാണാൻ? നമുക്ക് പിഴച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ. നാം ചലിക്കുന്ന പാത യഥാർത്ഥ പാതയാണ്. ഇവരുടെ പിറകെ പോയാൽ നാം തോക്കില്ല, വിജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു വിജയത്തിലെത്തിച്ചു തരുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. കക്കാട് സമസ്തയുടെ സമ്മേളനം. ശൈഖുന കണ്ണിയത്തോർ പെട്ടെന്ന് ക്ഷുഭിതനായി എന്ന് പറഞ്ഞാൽ കുറച്ചല്പം ഗൗരവത്തോടെ ഒച്ചപ്പാടും ബഹളാക്കി പറയാൻ തുടങ്ങി, എനിക്ക് പെട്ടെന്ന് വാഴക്കാട്ടേക്ക് പോകണം, എന്നെ വാഴക്കാട്ടേക്ക് കൊണ്ടുവിടണം. എന്താണെന്ന് ചോദിച്ചു. ദർസ് നടത്തണം, നാളത്തെ സബക്കെടുത്തില്ലെങ്കിൽ എനിക്ക് ശമ്പളം ഹലാലാവുകയില്ല, ദർസ് മുടങ്ങരുത്. ഒരു ദർസ് പോലും, ഒരു ക്ലാസ് പോലും മുടങ്ങുന്നത് ശൈഖുന കണ്ണിയത്തോർക്ക് ഇഷ്ടമായിരുന്നില്ല. ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ ആത്മാർത്ഥതയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കണ്ടത്? ഇത്രമാത്രം ഉത്തരവാദിത്വ ബോധം നമ്മെപ്പോലെയുള്ളവർക്ക് ഈ ചരിത്രമല്ലേ വലിയ പ്രചോദനം നൽകേണ്ടത്? നാം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. പറ്റുന്ന ശമ്പളം ഹലാലാകണം. അതിന് നാം തീർച്ചയായിട്ടും പരിശ്രമിച്ചേ പറ്റൂ. മാത്രമല്ല ശൈഖുന കണ്ണിയത്തോർ എത്ര നിസ്സാര വിഷയമാണെങ്കിലും അതാരായാലും അവരെ ചൂണ്ടിക്കാണിക്കുക എന്ന പ്രത്യേക ശൈലി മഹാനവർക്കുണ്ട്. ഒരു ദിവസം ഒരു യാത്ര സംഘം പുറപ്പെടുന്നു, കൂടെ ബഹുമാനപ്പെട്ട കണ്ണിയത്തോരുമുണ്ട്. ജീപ്പിലാണ് മിക്ക യാത്രയും. അന്ന് യാത്ര പോയി വൈകുന്നേരം അസറിന് ശേഷമാണ് യാത്ര തുടരുന്നത്. കൂടെയുള്ള ഒരു ആലിം പറഞ്ഞു, ഉസ്താദെ ചായ കുടിക്കാലോ അല്ലേ? ഓ, ഇപ്പോൾ ചായ നല്ലതാ. അങ്ങനെ ഒരു ചായക്കടയുടെ തൊട്ടടുത്തായിട്ട് വണ്ടി നിർത്തി, ജീപ്പ് നിർത്തി. കൂടെയുള്ള ഒരാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചായയും ഒരു പഴംപൊരിയും ശൈഖുനയുടെ മുമ്പിലേക്ക് എത്തിച്ചു. ഇതെന്താണെന്ന് ചോദിച്ചു. ചായയും പഴംപൊരിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം കടിച്ചു നോക്കി. ഉടനെ പറഞ്ഞു, ജീപ്പ് തിരിക്കുന്നു. ജീപ്പ് തിരിച്ചു. അവന്റെ കടയുടെ മുമ്പിലേക്ക് ചെന്നു. ആ കടക്കാരനോട് പറഞ്ഞു, എടോ, ഇത് നീ എന്ത് പറഞ്ഞിട്ടാണ് വിൽപ്പന നടത്തുന്നത്? പഴംപൊരി. മേലാൽ അങ്ങനെ പറയരുത്. ഇതിൽ പഴം കുറച്ചേ ഉള്ളൂ, മാവാണ് കൂടുതലും. പഴംപൊരി എന്ന് പറയണമെങ്കിൽ പഴം ഗാലിബാവണം. ഇവിടെ പഴം കുറച്ചേ ഉള്ളൂ, മാവാണ് കൂടുതൽ. അതുകൊണ്ട് മേലാൽ നിനക്ക് പഴം പൊരി എന്ന് പറയൽ അനുവദനീയമല്ല, മാവ് പൊരി എന്ന് പറഞ്ഞ് വിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അവനാകെ അന്താളിച്ചു പോയി. ജീപ്പിൽ കയറി ഉടനെ ശൈഖുന പറഞ്ഞു, എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു,
ഹക്ക് ഞാൻ പറഞ്ഞു. ഇനി അവൻ എങ്ങനെ വിട്ടാലും വേണ്ടിയില്ല, വിറ്റാലും വേണ്ടിയില്ല. കാരണം അള്ള എന്നെ ചോദ്യം ചെയ്യില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. മഹാനവറുകളുടെ ചിന്ത പോകാത്ത ഏത് സ്ഥലമാണുള്ളത്? ഇതൊരു പഴംപൊരിയുടെ വിഷയം മാത്രമല്ല, വളരെ നിസ്സാര വിഷയം എന്ന് നമുക്ക് തോന്നുന്ന വിഷയത്തിലൊക്കെ മഹാനവറുകൾ ഇടപെടാറുണ്ടായിരുന്നു. തെറ്റാണെങ്കിൽ അത് സധൈര്യം ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ഞാൻ ഓർമ്മിക്കുകയാണ്, എന്നോട് ബഹുമാനപ്പെട്ട UA മുസാബ് പറഞ്ഞൊരു കഥ. അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരു പണ്ഡിതൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഊണ് കഴിക്കുന്നുണ്ട്. ഊണ് കഴിഞ്ഞ് ക്യാഷിനടുത്ത് പോയി ക്യാഷ് കൊടുത്തു. അയാൾ ക്യാഷ് വാങ്ങി. അന്നത്തെ ചെറിയൊരു പൈസ, ഊണിനത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ണിയത്തോർ ചോദിച്ചു, ഈ പൈസ ചോറിനും ഉപ്പേരിക്കും കറിക്കും പൊരിച്ചതിനും എല്ലാം കൂടിയാണോ? അതേന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചോറും കറിയും മാത്രമല്ലേ കഴിച്ചുള്ളൂ, ബാക്കിയൊന്നും കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്ര പൈസ നീ വാങ്ങുന്നത്? നിനക്കത് അനുദിനീയമാകുമോ? എന്നിട്ട് കണ്ണിയത്തോർ പറഞ്ഞു, എനിക്ക് ബാക്കി വേണ്ട, പക്ഷേ ഞാനത് പറയാതെ പോയാൽ നീ വിചാരിക്കുമല്ലോ ഞാനൊരു പൊയത്തനാണ്. അതായിരുന്നു മൂപ്പർ ഉപയോഗിച്ച പദം. അപ്പോൾ UA മുസ്താദ് കൂടെയാളോട് ചോദിച്ചു, ആരാണ്? അതാണ് കണ്ണിയത്തോർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. വളരെ ചെറിയ നിസ്സാരം എന്ന് തോന്നുന്ന വിഷയം മറ്റൊരാൾക്ക് അവിടെ തെറ്റുപറ്റുമെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹറാമിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. ഏതെങ്കിലും ഒരു നിലക്ക് ഹറാമ് എന്ന് തോന്നുന്നില്ലെങ്കിലും ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ ഉടനെ അത് സൂചിപ്പിക്കുകയും ചെയ്യും. മാടിക്കുത്ത് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആണുങ്ങളൊക്കെ മുണ്ട് മടക്കി കുത്തുന്ന ഒരു പരിപാടി, മുട്ടിന് മേൽപോട്ട് കാണും ചിലപ്പോൾ. അങ്ങനെയുള്ളവരെ കണ്ടാൽ ഉടൻ തന്നെ തന്റെ കണ്ണ് കൈകൊണ്ട് പൊത്തും ശൈഖുന കണ്ണിയത്തോർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഹറാമ് കാണുന്നത് അത്രയും വെറുപ്പാണ്. അപ്പോൾ തന്നെ അവരെ അത് തിരുത്തിക്കുകയും ചെയ്യും. നീ ചെയ്യുന്നത് മഹാ തെറ്റാണ്, നീ ഔറത്താണ് വെളിവാക്കുന്നത് എന്ന് ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പറയുമായിരുന്നു. പിന്നെ കണ്ണിയത്തോരുടെ ഞാനൊക്കെ കണ്ട ഒരു രംഗം, വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു ആവേശം, പ്രാർത്ഥനയായിരുന്നു. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അത് കണ്ണിയത്തോരിൽ ഒരു പ്രത്യേകമായിട്ട് ദർശിക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണ്. സമസ്തയുടെ ശക്തിയുടെ അല്ലെങ്കിൽ ഈ ഉയർച്ചയുടെ പിന്നിൽ ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്തോരുടെ പ്രാർത്ഥന വലിയൊരു ഘടകമാണ്. പ്രാർത്ഥിച്ചിറങ്ങിയാൽ ഫലം ഉറപ്പാണ്. പട്ടിക്കാട് ഒരു പ്രാവശ്യം ബെല്ലടിച്ചു. മുത്തവൽ വിദ്യാർത്ഥികളൊക്കെ മുത്തവൽ ഹാളിലേക്ക് എത്തി. ബാഫയ്ക്ക് തങ്ങളുണ്ടായിരുന്നു, PMS പൂക്കോയ തങ്ങളുണ്ടായിരുന്നു, ശംസുൽ ഉലമയുണ്ടായിരുന്നു. എല്ലാവരും വന്നിരുന്നു. ദർസ് നടത്തുന്ന ആ പീഠത്തിലിരുന്നു. ഒരു പ്രാർത്ഥന നിർവഹിക്കുകയാണ്. കോളേജിന്റെ വലിയൊരു മൊയ്നായ ഒരു സഹായിയായ വലിയ ഒരു പണക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്. അതീവ സീരിയസ് ആണ്, ഗുരുതരമാണ്. അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടിയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. ശൈഖുന കണ്ണിയത്തോർ ദുആ ചെയ്തു. ദുആ ചെയ്ത് അരമണിക്കൂറിനകം അദ്ദേഹം എഴുന്നേറ്റിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ധാരാളം ഫൈസിമാർ ഇന്നും ഉണ്ട്. ഇതൊരു അനുഭവമാണ്. മാട്ടൂൽ ദർസ് നടത്തുന്ന കാലത്ത് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ വന്നില്ല. അന്ന് രാത്രി സ്വബയ്ക്ക് പള്ളിയിലേക്ക് വരുന്ന ഒരു ഹാജിയാർ, നാട്ടിലെ ഒരു ധനാഢ്യൻ പറഞ്ഞു, ഇന്നലെ മൗലിയാർ ദ്വാരുന്നതുകൊണ്ട് വെള്ളപ്പൊക്കമാണ്, വരാൻ കുറച്ച് വൈകിപ്പോയി. പരിഹാസ രൂപേണ പറഞ്ഞു. കണ്ണിത്തുസ്സന് വല്ലാതെ മാനസിക വിഷമം തോന്നി. അന്ന് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് പ്രാർത്ഥന തുടങ്ങി. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇടിയും മഴയും ഒന്നാകെ വന്നു. തഹജ്ജുദിന്റെ നേരത്ത്
പള്ളിയിലേക്ക് വന്ന ആൾക്കാരോട് തന്റെ ആ സ്വതസിദ്ധമായ ശൈലിയിൽ തുറക്കട വാതിൽ, കാണട്ടട ആ കാട്ടുകള്ളൻ, കണ്ണിയത്ത് അഹമ്മദിനെ എന്റെ റബ്ബ് വെറുതെ വിട്ടിട്ടില്ല, കണ്ണിയത്ത് അഹമ്മദിനിക്ക് റബ്ബ് ഉത്തരം നൽകി, എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകി എന്ന് കാണട്ടട എന്ന് പറഞ്ഞ് വാതിൽ തുറപ്പിച്ചു എന്നൊരു സംഭവം നമുക്കറിയാം. ഇതൊക്കെ എന്താണ്? ശൈഖുനയുടെ ആ പ്രാർത്ഥന. പട്ടിക്കാട് സമ്മേളനത്തിൽ ബാഫയ്ക്ക് തങ്ങളും ശൈഖുന കണ്ണിയത്തൂറും സ്റ്റേജിലുണ്ട്. ആൾക്കാരും നിറഞ്ഞ സദസ്സ്. മഴ വരും എന്നൊരവസ്ഥയിൽ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, മഴ വരുമല്ലോ, ആൾക്കാരാകെ വിഷമിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന 7 പ്രാവശ്യം ദുആയിരുന്നു എന്ന് പറഞ്ഞ്. ചെറിയ തരത്തിൽ മഴ പൊടിഞ്ഞിരുന്നു. പിന്നെ ആ മഴയും കാർമേഘം ഇല്ല, മുഴുവനും വെളിച്ചമായി മാറി. ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഒരു ഫലം തന്നെയാണ്. അത് വല്ലാത്തൊരു ശക്തിയാണ്. അല്ലാഹുമ്മ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ട എത്രയോ അനുഭവങ്ങളുമുണ്ട്. പിന്നെ മഹാനവറുകളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞത്, തനിക്ക് അവകാശമില്ലാത്ത ഒരു വസ്തുവും മഹാനവറുകൾ കൈപ്പറ്റാറില്ല. അത് ദുന്യവിയായ എന്ത് നേട്ടം ആണെങ്കിലും ശരി. സാധാരണ റമദാനിലൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഹദിയോ അതുപോലെ തന്നെ സക്കാത്തോ കൊടുക്കുന്ന ഒരു പണക്കാരൻ, ഒരു ഹാജിയാർ, ഒരു പ്രാവശ്യം റമദാനിൽ പൈസ കൊടുക്കും പറഞ്ഞു, ഹാജിയാരെ, നിങ്ങൾ ഇപ്രാവശ്യം നൽകുന്ന കാശ് സക്കാത്താണോ? എങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ എന്റെ മകളെ കെട്ടിക്കാൻ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ചു, ഒരു 300 രൂപ എന്റെ കയ്യിലുണ്ട്. സക്കാത്ത് കൊടുക്കേണ്ട ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ സക്കാത്ത് കൊടുക്കണം, ആ രൂപത്തിലേക്ക് ഞാൻ മാറി. അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം തരുന്ന സക്കാത്തിന്റെ പൈസ അതെനിക്ക് വേണ്ട, അത് ഏതെങ്കിലും ഒരു സക്കാത്തിന്റെ അവകാശിക്ക് കൊടുത്തുകൊള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ദുന്യവിയായ എന്ത് നേട്ടമാണെങ്കിലും അത് തനിക്ക് അവകാശമല്ലെങ്കിൽ അതവിടെ തുറന്നു പറഞ്ഞ് അതിൽ നിന്നും സൂക്ഷ്മത പുലർത്തുക ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്തൂരുടെ ശൈലിയായിരുന്നു. അതുപോലെ തന്നെ നിസ്കാരം, അവ്വൽ വഖ്ത് നിസ്കാരം നിർവഹിക്കും. എവിടെ ചെന്നാലും നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറയും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എറണാകുളം സമ്മേളന സമയത്ത്, അതായത് വിശദീകരണ സമ്മേളന സമയത്ത് അവിടെ എത്തിയ ഉടനെ പറഞ്ഞത്, വളരെ ഒച്ചയോടെ പറഞ്ഞത്, നിസ്കരിക്കണം നിസ്കരിക്കണം, പെട്ടെന്ന് നിസ്കരിക്കണം. നമ്മള് മുന്നിൽ കണ്ട ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹു മഹാനുടെ ശൈലിയെ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. എവിടെ എന്ത് നടക്കുകയാണെങ്കിലും നിസ്കാരത്തിന് സമയമാകുമ്പോൾ പെട്ടെന്ന് ബാങ്കും ഇക്കാമത്തും കൊടുത്ത് മൂപ്പരിനെ അങ്ങോട്ട് മുന്നിട്ടിറങ്ങും. ഒരു പ്രത്യേക ശൈലിയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്തൂർക്കും അത് തന്നെയാണ്. നിസ്കാരത്തോട് വല്ലാത്ത ഒരു പ്രതിബദ്ധതയായിരുന്നു ശൈഖുന കണ്ണിയത്തൂർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവ്വൽ വക്ത് നിസ്കരിക്കുക പ്രത്യേക ഒരു രസമായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്തൂർക്ക്. 1993 സെപ്റ്റംബർ 19 ഹിജ്റ വർഷം 1414 റബിയുൽ ആഖിർ 2 രോഗം വളരെയേറെ മൂർച്ഛിച്ചു. ഒരുപാട് ആൾക്കാർ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. സമയം കുറെ വൈകിയപ്പോ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിസ്കരിക്കാറായോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ അവസാനം സക്രാത്തിന്റെ തൊട്ട് മുമ്പ് ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ സമയമായോ എന്ന് ചോദിക്കാൻ മാത്രം ആ മനസ്സിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന നിസ്കാരത്തിന്റെ ആ ഒരു ആത്മാർത്ഥത, നിസ്കരിക്കാനുള്ള ഒരു ത്വര നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സമയത്ത് വന്നത് നിസ്കരിക്കാറായോ എന്ന വാക്കായിരുന്നു. അവസാനം രാത്രി 10:10 മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. 1926 മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായി കേവലം 26 വയസ്സുള്ളപ്പോൾ മുഷാവറ മെമ്പറായി 1993 വരെ മുഷാവറ മെമ്പർ, നീണ്ട 60 വർഷക്കാലം, നീണ്ട വർഷം മഹാനവറുകൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായി. ഈ ഒരു പദവി ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല, ഇനി അടുത്ത കാലത്ത് ലഭിക്കും എന്ന് തോന്നുന്നും ഇല്ല. അത്രമാത്രം നീണ്ട ഒരു അനുഭവമായിരുന്നു മുഷാവറയിൽ മഹാനവറുകളുടേത്. അതുപോലെ തന്നെ
1967 മുതൽ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു. നീണ്ട 400 വർഷം സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വേറൊരാളും ഇല്ല. ഇന്നലക്ക് സമസ്തയുടെ മഹാരഥന്മാരിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്യത്ത് ഉസ്താദ് എന്നും മുന്നിൽ നിൽക്കുന്നു. നാം അവിടെ പിന്നിലാണ്. കണ്യത്ത് ഉസ്താദിനെ ഓർമ്മിക്കാൻ, മഹാനവരുടെ മഹത്വം മനസ്സിലാക്കാൻ ഒന്നും കൂടി ഞാൻ പറയാം. ഷെയ്ഖുന ശംസുൽ ഉലമ മഹാനവറുകളിൽ നിന്നാണ്, കണ്യത്തൂരിൽ നിന്നാണ് ഇൽമിന്റെ ദാഹം തീർത്തത്. ശംസുൽ ഉലമ കണ്യത്തൂരിൽ നിന്നും ഇൽമു പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ ഇൽമിന്റെ ആഴം അവിടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക. നമുക്ക് അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവസാനം അവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.